ഇന്ന് എന്താ വലിയ തിരക്കിലാണല്ലോ. എന്തായാലും ചോദിച്ചു വരും, നമുക്ക് ഉണ്ടാക്കി കൊടുത്തേക്കാം. നമ്മൾക്ക് ഇന്നുണ്ടല്ലോ അമ്മ ചോദിക്കാതെ തന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി കൊടുത്തേക്കാം അല്ലെ. അതിനു വേണ്ടി നമ്മൾ 2 കോഴിമുട്ടയും 1 ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കണത്. അപ്പൊ ഉരുളക്കിഴങ്ങൊക്കെ തൊലിയൊക്കെ കളഞ്ഞു. ഇനി നമ്മളതൊന്ന് ചെറുതായിട്ടൊന്ന് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഉരുളക്കിഴങ്ങെല്ലാം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് വേവിച്ചെടുക്കണ്ട. അപ്പത്തേക്കും നമുക്ക് വേറൊരു പാത്രത്തില് 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം. മുട്ടയൊക്കെ വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ അതൊന്ന് കട്ട് ചെയ്ത് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത പോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഉരുളക്കിഴങ്ങിന്റെ പീസും ഒരു മുട്ട കട്ട് ചെയ്ത പീസും പിന്നെ മുകളിലെ ഉരുളക്കിഴങ്ങിന്റെ പീസും കൂടെ വെച്ച് കൊടുത്ത് ഒരു സ്റ്റിക്കും കൂടെ അതിന്റെ നടുവ് അങ്ങോട്ട് കുത്തി കൊടുത്ത് ഇതുപോലെ ആക്കിയെടുക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഒരുപാട് വെന്ത് പോവരുത്. വെന്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളിത് എല്ലാതും ഇതുപോലെ റെഡിയാക്കി എടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മാവ് റെഡിയാക്കാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് കടലമാവും പിന്നെ അതിലേക്ക് ക്രിസ്പി ആയിട്ടിരിക്കാൻ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല, കുറച്ച് ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് അതൊന്ന് കലക്കി മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് ലൂസ് വേണ്ടത് ഈ ഒരു പരുവത്തിന് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുത്ത് മുകളിലേക്കൊക്കെ ഒന്ന് ആവാത്തടത്തൊന്ന് കോരി ഒഴിച്ച് നമുക്കിതേ തിളച്ച വെളിച്ചെണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇന്നത്തെ നമ്മുടെ 4 മണി പലഹാരം ഉണ്ടല്ലോ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പലഹാരമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് സംഭവങ്ങളൊന്നും വേണ്ട. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അത് നമുക്ക് അമ്മയ്ക്ക് ഇത് കഴിക്കാൻ കൊണ്ടുപോയി കൊടുത്തു നോക്കാം. അമ്മ കഴിച്ചിട്ട് അഭിപ്രായം പറയട്ടെ. ഞാൻ കഴിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം അമ്മ കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നതാണ്. അപ്പൊ അമ്മ കഴിക്കട്ടെ അല്ലേ. ഇന്ന് എന്താണാവോ പറയാണ്ടമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. പണീന് കണ്ട കാരണാവും. എന്ത് സംഭവം. മുട്ടോ എങ്ങനെയൊക്കെ ഉണ്ടാക്കി തന്നാലും ടേസ്റ്റ് ഒക്കെ ഉണ്ട്. കുറ്റം അറിയില്ല. എന്തായാലും പണി കഴിയുമ്പോ ചോദിച്ചു വരുന്നറിയാം. അപ്പൊ കണ്ടറിഞ്ഞ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല കാര്യം. സൂപ്പറായിട്ടുണ്ട്.